ഹലോ, എല്ലാവർക്കും സിംപ്ലി കളിയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു അടിപൊളി പുഡിങ്ങാണ്. അരിപ്പൊടിയും പാലും വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ ടേസ്റ്റുള്ള ഒരു പുഡിങ്ങിൻ്റെ വീഡിയോ ആണെന്ന് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഇതുപോലൊരു സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ടാവും. അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും. അതൊന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. അപ്പം നമുക്കിനി പുഡിങ്ങിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ നല്ല കട്ടിയുള്ള പാലിൻ്റെ 1.5 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. ഇനി 1.5 കപ്പ് പാലിന് ഞാനിവിടെ എടുത്തിരിക്കുന്ന 2.5 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ്. വറുത്ത അരിപ്പൊടി ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. ഇനി വറുത്ത അരിപ്പൊടി ഇല്ലെങ്കിൽ നമുക്ക് വറുക്കാത്ത അരിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി കട്ടയില്ലാതെ അരിപ്പൊടിയും പാലും നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഈ സമയത്തൊന്നും ഫ്ലെയിം ഓൺ ചെയ്യരുത്. ഇപ്പോൾ നന്നായിട്ട് കട്ടയെല്ലാം മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഇനിയൊരു ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഹൈ ഫ്ലെയിമിലിടരുത്, മീഡിയം ഫ്ലെയിമിലും വെക്കരുത്. പെട്ടെന്ന് കുറുകിപ്പോവും. ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമ്മുടെ പുഡിങ്ങിന് കിട്ടില്ല. അരിപ്പൊടിയുടെ ടേസ്റ്റ് എടുത്ത് നിൽക്കും. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിലിട്ട് ഇതുപോലെ കൈയെടുക്കാതെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുക. ഇനി ഞാനിവിടെ ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ മധുരത്തിന് ആവശ്യമായിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഒരു കളറിന് വേണ്ടി ഞാനിവിടെ ഒരു 2 നുള്ള കളർ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ കളർ ഇല്ലാത്തവരാണെങ്കിൽ നമ്മുടെ സാധാരണ മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ, അത് ചേർത്താലും മതി. മഞ്ഞൾപ്പൊടിയുടെ ടേസ്റ്റൊന്നും വരില്ല, നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. ഇനി ഇത് ചേർക്കണം എന്ന് തന്നെ ഇല്ല, ഞാനൊരു കളറിന് വേണ്ടി ചേർത്തു എന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഫ്ലേവറിനായിട്ട് ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി വാനില എസൻസ് ഇല്ലെങ്കിൽ 2 ഏലക്ക നന്നായിട്ട് പൊടിച്ച് ചേർത്ത് കൊടുത്താലും മതി. ഈ ഒരു പരുവത്തിന് നമുക്ക് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇതിൽ കൂടുതൽ കുറുക്കേണ്ട ആവശ്യമില്ല. ഇതാണ് കറക്റ്റ് പരുവം. ഇനി നമുക്കൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ അടുത്ത് ചെയ്യുന്ന ഷുഗർ കാരമലൈസ് ചെയ്യുകയാണ്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ കാരമലൈസ് ചെയ്യുമ്പോൾ വെള്ളമൊന്നും ചേർക്കരുത്. വെള്ളം ചേർക്കാതെ വേണം നമ്മൾ കാരമലൈസ് ചെയ്തെടുക്കാൻ. പിന്നെ കാരമലൈസ് ചെയ്യുമ്പോൾ ഒരുപാട് ഡാർക്കാക്കി കാരമലൈസ് ചെയ്തെടുക്കരുത്. ഒരു ലൈറ്റ് ഷെയ്ഡിൽ കാരമലൈസ് ചെയ്തെടുക്കുക. ഇനി നമുക്കൊരു 1/4 ടീസ്പൂൺ ബട്ടറോ നെയ്യോ ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് ഇത് ചേർക്കുമ്പോൾ. ഇപ്പോൾ കറക്റ്റായിട്ട് കാരമലൈസ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് പുഡിങ് ചെയ്യാനുള്ള പാത്രത്തിലോട്ട് മാറ്റാം. ഇതിനി ഒരു 5 മിനിറ്റ് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. ഇത് കറക്റ്റായിട്ട് സെറ്റ് ആയതിനു ശേഷം വേണം നമ്മൾ ചെയ്ത് വെച്ചേക്കുന്ന കൂട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ. ഇനി ഇത് കംപ്ലീറ്റ് ആയിട്ട് ഫോയിൽ പേപ്പർ വെച്ച് നമുക്കൊന്ന് കവർ ചെയ്യാം. അതിനുശേഷം കുറച്ച് ഹോൾ ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ പുഡിങ് ആവിയിലാണല്ലോ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ആവിയുടെ വെള്ളം നമ്മുടെ പുഡിങ്ങിലോട്ട് ഇറങ്ങില്ല. അതിനു വേണ്ടിയാണ് ചെയ്യുന്നത്. ഇനി ഈ പുഡിങ് നമുക്ക് സ്റ്റീമറിലോ ഇഡ്ഡലി പാത്രത്തിലോ വേവിച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ആവി വരുന്നുണ്ട്. ഇനി നമുക്ക് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച പാത്രം വെച്ച് കൊടുക്കാം. പിന്നെ 40 മിനിറ്റ് വേണം കംപ്ലീറ്റ് ആയിട്ട് പുഡിങ് കുക്കായി വരാൻ. അപ്പോൾ അതിന് വേണ്ടുന്ന വെള്ളം വേണം നമ്മൾ ഇഡ്ഡലി പാത്രത്തിലായാലും സ്റ്റീമറിലായാലും വെച്ച് കൊടുക്കാൻ. ഇപ്പോൾ ഒരു 40 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി ഒന്ന് തുറന്നു നോക്കാം. നല്ല ചൂടുണ്ട്. ഇനി ഈ ചൂടോടുകൂടി നമ്മൾ ഫ്രിഡ്ജിൽ വെക്കരുത്. ഇത് അല്പം ഒന്ന് തണുത്തതിന് ശേഷം ഒരു 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം വേണം കട്ട് ചെയ്ത് കഴിക്കാൻ. അപ്പോഴാണ് ഇതിന് കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുക. നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുഡിങ്ങാണിത്. ഇപ്പം ഞാനിവിടെ 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്നെങ്കിൽ നമുക്ക് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം, അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ ഫ്രീസറിൽ വെച്ചാലും മതി. ആ ഒരു കളർ ചേർത്തുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയുള്ള പുഡിങ്ങാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഇത് നമ്മൾ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അരിപ്പൊടിയിൽ ചെയ്തതെന്നൊന്നും ആരും പറയില്ല, അത്രയ്ക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ അരിപ്പൊടിയിൽ ചെയ്യുമ്പോഴത്തേക്കും ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് വേണം കുറുക്കിയെടുക്കാൻ. ഇല്ലെങ്കിൽ അരിപ്പൊടിയുടെ ടേസ്റ്റ് ഇങ്ങനെ എടുത്ത് നിൽക്കും. ഈ പുഡിങ്ങിൻ്റെ പുറം ഭാഗം കാണാൻ ഇങ്ങനെയായിരിക്കും. അതിൻ്റെ ഉൾഭാഗം നല്ല കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലെ കുക്കായി കിട്ടും. നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരുടെ വീട്ടിലും എപ്പോഴും കാണുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ നമ്മൾ ചെയ്തതെല്ലാം. അരിപ്പൊടിയും പാലും ഒക്കെ എല്ലാവരുടെ വീട്ടിലും എപ്പോഴും കാണും. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു പുഡിങ് കഴിക്കണമെന്ന് ആഗ്രഹം തോന്നുമ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പുഡിങ്ങാണ്. ഒരു പ്രത്യേക ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമാവും. അരിപ്പൊടിയിലാണ് നമ്മൾ ഈ പുഡിങ് ചെയ്തതെന്ന് ആരും ഇത് കഴിച്ചാൽ പറയില്ല, അത്ര സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. അസ്സലാമു അലൈക്കും.